ET ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഫിനാൻഷ്യൽ എക്സ്പെർട്ട് റെജി തോമസ് ആണ്. നമസ്കാരം. നമസ്കാരം. ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ഒരു തുടക്കക്കാരൻ എന്ന രീതിയിൽ എത്ര രൂപ കയ്യിൽ കരുതണം? അങ്ങനെ നമുക്കൊരു മിനിമമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറയാൻ പറ്റത്തില്ല. ബിക്കോസ് പൊതുവേ സെബി ആയാലും ശരി, NSE ആയാലും ശരി, അങ്ങനെ ഒരു പ്രിസ്ക്രിപ്ഷനായിട്ട് അവർ പറഞ്ഞിട്ടില്ല. നമ്മുടെ ഡിസ്പോസിബിൾ ഇൻകം എത്ര ഉണ്ട്, ബാക്കി ആവശ്യങ്ങളൊക്കെ പോയി കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ എത്രമാത്രം എമൗണ്ട് ഒരു ഡിസ്പോസിബിളായിട്ട് ഒരു മാസം നിൽക്കുന്നു, അതാണ് അതിൻ്റെ മിനിമമായിട്ട് നമ്മൾ പൊതുവേ സബ്സ്ക്രൈബ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് വേരീസ്. ഇപ്പോൾ നമ്മൾ 500 രൂപ മ്യൂച്വൽ ഫണ്ടിൽ ഇടുന്നവരും ഉണ്ട്, 5 ലക്ഷം പേര് ഒരു മാസം ഡിപ്ലോയ് ചെയ്യുന്നവരുണ്ട്. സോ അതിന് ഒരു പ്രിസ്ക്രൈബ്ഡ് മിനിമമായിട്ട് നമുക്ക് പറയാനില്ല. നമുക്ക് കംഫർട്ടബിളായിട്ട് ഡിപ്ലോയ് ചെയ്യാൻ എത്രമാത്രം സേവിങ്സ് ഉണ്ടോ, ദാറ്റ് ഷുഡ് ബി ദി സ്റ്റാർട്ടിംഗ് പോയിന്റ്. അറിയില്ലാത്ത ഒരാളാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ എമൗണ്ടിൽ നിക്ഷേപിച്ച് തുടങ്ങുന്നതായിരിക്കില്ലേ കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ളൊരു കാര്യം? കറക്റ്റ്. പക്ഷേ ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മാർക്കറ്റിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റായിട്ട് വരുമ്പം ഇത് നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പല സ്റ്റോക്സിൻ്റെയും വില ഒരുപാട് കൂടിപ്പോകും, നല്ല സ്റ്റോക്സിൻ്റെ ഒക്കെ. ഫോർ ഇൻസ്റ്റൻസ്, ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞോട്ടെ, L&T ഒരു സോളിഡ് സ്റ്റോക്കാണല്ലോ, നമ്മളെല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾ വാങ്ങിക്കണമെന്നല്ല പറയുന്നത്, പക്ഷേ അത് ഒരു ഷെയർ വാങ്ങിക്കണമെങ്കിൽ തന്നെ നമുക്കൊരു 4000 രൂപയോളം വരും. അപ്പോൾ കുറഞ്ഞ പക്ഷം അറ്റ്ലീസ്റ്റ് നമുക്ക് 1 ഷെയർ, 2 ഷെയർ, 3 ഷെയർ വാങ്ങിക്കണമെങ്കിൽ തന്നെ അതൊരു 15000 രൂപ മിനിമമായിട്ട് വരും. അപ്പോൾ കുറഞ്ഞ തുകയിൽ തുടങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അത് ഒരു സബ്സ്റ്റാൻഷ്യലായിട്ടുള്ള ഒരു എമൗണ്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാണ് 500 രൂപ തൊട്ടും 100 രൂപ തൊട്ടും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന സ്കീംസ് ഉണ്ട്. സോ ഈവൻ ദാറ്റ് വിൽ വർക്ക്. ഈ ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? അതുപോലെ തന്നെ ഒരു ബ്രോക്കറെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? രണ്ടും ഡൈവേഴ്സ് ആയിട്ട് ബട്ട് ഇന്റർലിങ്ക് ക്വസ്റ്റ്യൻ ആണ്. ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്, നമുക്ക് ഈ ഷെയർസ് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ അത് വന്ന് വീഴുന്നതായിട്ടുള്ള ഒരു കണ്ടെയ്നറായിട്ട് അത് നമുക്കൊന്ന് എക്സാമ്പിളായിട്ട് വെച്ചാൽ, ഇറ്റ്സ് ലൈക്ക് എ കണ്ടെയ്നർ ദാറ്റ് ഹോൾഡ് ഷെയർസ്, അത്രേ ഉള്ളൂ. സോ ഇപ്പോൾ എല്ലാം ഇലക്ട്രോണിക് ഫോംസിൽ, നമുക്ക് ഷെയർസ് ഒന്നും ഫിസിക്കൽ പേപ്പറിൽ കിട്ടാറില്ല. IPO ആയാലും ശരി, ട്രേഡ് ചെയ്യുന്ന ഷെയർ നമ്മൾ മാർക്കറ്റിൽ വാങ്ങിച്ചാലും ശരി, ഇലക്ട്രോണിക് ഫോമിലാണ് വരുന്നത്. അതാണ് ഡീമെറ്റീരിയലൈസ്ഡ് എന്ന് പറയുന്നത്, ഡിമാറ്റ് ഫോം. അപ്പോൾ അത് ഹോൾഡ് ചെയ്യുന്നത് ഒരു ഡിമാറ്റ് അക്കൗണ്ടാണ്. സോ അത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ നമ്മൾ ഇലക്ട്രോണിക്കായിട്ട് വാങ്ങിക്കുന്ന മ്യൂച്വൽ ഫണ്ട്സ്, ഇപ്പം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വാങ്ങിക്കുന്ന മ്യൂച്വൽ ഫണ്ട്സ് ഈ ഡിമാറ്റ് അക്കൗണ്ടിലോട്ടാണ് നമുക്ക് വരാനുള്ളത്. ഈ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്, നമ്മൾ ഈ ബൈയിങ് ആൻഡ് സെല്ലിങ്, അത് മ്യൂച്വൽ ഫണ്ട് ആയിക്കോട്ടെ, ETF ആയിക്കോട്ടെ, ഷെയർസ് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ ആ ട്രാൻസാക്ഷൻ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് ഈ ട്രേഡിംഗ് അക്കൗണ്ട്. ലൈക്ക് ദ നെയിം ഇംപ്ലൈസ്, ട്രേഡിംഗ് അക്കൗണ്ട്. A trading account is used for trading, for buying and selling shares. A demat account contains the shares you buy. സോ നമ്മൾ 10 ഷെയർ, ഇപ്പോൾ ഒരു റിലയൻസിൻ്റെ ഒരു 10 ഷെയർ വാങ്ങിച്ചെന്ന് വെച്ചു, അത് ഡെലിവറി ആയിട്ട് വരുന്ന ഈ ഡിമാറ്റ് അക്കൗണ്ടിലാണ് കിടക്കുന്നത്, ട്രേഡിംഗ് അക്കൗണ്ടിലില്ല. പക്ഷേ ട്രേഡിംഗ് അക്കൗണ്ട് വഴിയാണ് നമ്മൾ ഈ ബൈയിങ് ആൻഡ് സെല്ലിങ് ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് T+1, T+2 സെറ്റിൽമെൻറ്റിൽ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ വന്ന് കിടക്കും, അസ്യൂമിങ് ദറ്റ് വി ഹവ് പെയ്ഡ് ആൻഡ് ഓൾ ദാറ്റ് ഇസ് ഓക്കെ. നമുക്ക് ഈ ഷെയർ വിൽക്കണമെങ്കിൽ, ഇപ്പോൾ അത് ലാഭം വന്നു, ഒരു 100 രൂപ കൂടിയെന്ന് വെച്ചാൽ, 50 രൂപ കൂടിയെന്ന് വെച്ചാൽ, ശരി, ഞാൻ ഈ ഷെയർ വിൽക്കുകയാണെങ്കിൽ ആ വിൽക്കാനുള്ള എക്സിക്യൂഷൻ ട്രേഡിംഗ് അക്കൗണ്ട് വഴിയായിട്ട് ഓർഡർ പ്ലേസ് ചെയ്യും. പക്ഷേ ഷെയർ എടുത്തുകൊണ്ട് പോകുന്നത് ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്നാണ്. സോ ദ ഷെയർ ഇസ് കം ഇൻ ആൻഡ് ഗോ ഔട്ട് ഫ്രം ദ ഡിമാറ്റ് അക്കൗണ്ട്. ദ ട്രേഡിംഗ് അക്കൗണ്ട് ഇസ് ദ വൺ ദാറ്റ് എക്സിക്യൂട്ട്സ് ദി ഓർഡേഴ്സ്. അത്രേ ഉള്ളൂ ഇതിൻ്റെ വ്യത്യാസം. രണ്ടാമത്തെ ചോദ്യം, നല്ലൊരു ബ്രോക്കറിനെ എങ്ങനെ തിരഞ്ഞെടുക്കുന്ന ഒരു ബ്രോക്കർ എന്ന് നമുക്കിപ്പം ഈ കാലഘട്ടത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ, ഈ ഓൺലൈൻ കേപ്പബിലിറ്റി എത്രയും നമുക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നു, അതാണ് നമുക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള ബ്രോക്കർ. പഴയ സീസൺ ഉണ്ടായിരുന്നു, ഞങ്ങളൊരു 15 വർഷമൊക്കെ മുമ്പേ നോക്കുകയാണെങ്കിൽ ഓഫീസ് വേണം, ആ ട്രേഡറിൻ്റെ പുറകെ കുറേ പേര് ഇരിക്കുന്ന കാണാം, ഒരു 50-100 പേര് ഒരു ദിവസം ഓഫീസിൽ വരും ട്രേഡ് ചെയ്യാനായിട്ട്. ഇറ്റ്സ് എ വെരി നോയ്സി മെസ്സി അഫെയർ. ഒരു മിനി ട്രേഡിംഗ് ഫ്ലോർ പോലെ തന്നെ ഓരോ ബ്രോക്കർ ഓഫീസും ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ എല്ലാം ഓൺലൈനായി, പർട്ടിക്കുലർലി ആഫ്റ്റർ കോവിഡ്. എല്ലാം ഓൺലൈൻ എനേബിൾമെൻറ്റായി. നമ്മൾ വാങ്ങിക്കുന്നതും വിൽക്കുന്നതും ഫണ്ട് ട്രാൻസ്ഫർ വരെ, ഇൻക്ലൂഡിങ് യുവർ മണി ട്രാൻസ്ഫേഴ്സ്, ആർ എനേബിൾഡ് ഓൺലൈൻ. അപ്പോൾ ഈ ഫെസിലിറ്റി എത്രയും സ്ട്രോങ് ആയിട്ടും എത്രയും സെക്യൂർ ആയിട്ടും തരുന്ന ഒരു ബ്രോക്കറാണ് ഫസ്റ്റ്. രണ്ടാമത് നമുക്ക് കിട്ടുന്ന, ഇപ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ ഈ ട്രേഡ്സ് എക്സിക്യൂട്ട്, ഈ ബൈയിങ് ആൻഡ് സെല്ലിങ്, ഇൻവെസ്റ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിനൊരു ബ്രോക്കറേജ് ഇവർ ചാർജ് ചെയ്യും. അതാണല്ലോ ബ്രോക്കറേജ്. നമ്മുടെ വീട് ബ്രോക്കർ പോലെ തന്നെയാണ് ഷെയർ ബ്രോക്കർ. അപ്പോൾ അതിനൊരു ബ്രോക്കറേജ് ചാർജ് ചെയ്യും. ഇത് ബ്രോക്കറേജ് പല വിധത്തിലുള്ള ബ്രോക്കറേജ് ഉണ്ട്. ഈ ഓർഡറിൻ്റെ ഒരു പെർസെൻറ്റേജ് ആയിട്ട് ചാർജ് ചെയ്യുന്നവരുണ്ട്, പെർ ഓർഡർ ട്രാൻസാക്ട് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ചില ബ്രോക്കേഴ്സൊക്കെ 20 രൂപ ഒരു ഓർഡർ
എന്നും പറഞ്ഞ് ഫ്ലാറ്റാണ്. അപ്പോൾ 1 കോടിയുടെ ഓർഡർ ഇട്ടാലും 10 രൂപയാണ്, 100 രൂപയുടെ ഓർഡർ ഇട്ടാലും 10 ആണ്. അപ്പോൾ ഉണ്ടല്ലോ ആ ഒരു ചേഞ്ച് ഉണ്ട്. ചിലവരുണ്ട് ഞങ്ങളൊരു പെർസെൻറ്റേജ്, അപ്പോൾ 1 ലക്ഷം രൂപയുടെ ഓർഡറാണ് അത് 0.01 അല്ലെ 0.1% എന്ന് പറയും. സോ ഏതാണ് നമുക്ക് സൂട്ടബിൾ? പൊതുവേ പെർ ഓർഡർ ട്രാൻസാക്ട് ചെയ്യുന്നവർ ഒരുപാട് പേര് ഇപ്പോൾ റീസെൻറ്റ് ടൈംസിൽ വന്നിട്ടുള്ള പുതിയ ബ്രോക്കേഴ്സ് എല്ലാം പെർ ഓർഡർ ബേസിസിലാണ്. പഴയ കാലത്തുള്ള ബ്രോക്കേഴ്സ് എല്ലാം പെർസെൻറ്റേജ് ഓഫ് ഓർഡറാണ്. സോ ദാറ്റ് ഈസ് ഇപ്പോൾ ജെൻസി പ്രിഫർ ചെയ്യുന്നതെല്ലാം ഓൺലൈൻ പ്ലസ് പെർ ഓർഡർ കോസ്റ്റാണ്. സോ ദേ പ്രിഫർ ടു ഗോ ടു സച്ച് ബ്രോക്കേഴ്സ്. ഇത് ബാക്കിയെല്ലാം ഈ ഉള്ള പഴയ അക്കൗണ്ട് ഉള്ളവരൊക്കെ അതുപോലെ തന്നെ സെറ്റപ്പിൽ ഇങ്ങനെ ഇരിക്കും. പിന്നെ മൂന്നാമത് ഈ ഡിമാറ്റിന് ഒരു ചാർജസ് ഉണ്ട്. ഡിമാറ്റ് ചാർജസ് എന്ന് വെച്ചാൽ ഒരു അപ് ടു അബൌട്ട് 8 lakhs or 10 lakhs BSDA അക്കൗണ്ട് എന്ന് പറയാം. അപ് ടു 4 lakhs ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ ഫ്രീ ആണ്. ആ ഡിമാറ്റ് നമുക്ക് AMC കൊടുക്കാനുള്ള ഒരു കമ്പൾഷനും നമുക്കില്ല. ദ ബ്രോക്കർ കനോട്ട് ചാർജ് യു, റൈറ്റ്? അബവ് 4 lakhs to 10 lakhs സ്മോൾ ക്വാണ്ടിറ്റി ചാർജ് ഉണ്ട്. അബവ് 10 lakhs സ്റ്റാൻഡേർഡാണ്, 590 rupees per year വരും. സോ നമ്മുടെ ട്രേഡിങ് എന്തുമാത്രം കാണും, നമ്മുടെ ഹോൾഡിങ്സ് എന്തുമാത്രം ഉണ്ട്, ഇതൊക്കെ നോക്കിയിട്ട് വേണം ഒരു ബ്രോക്കറിനെ ചൂസ് ചെയ്യാൻ. ചുമ്മാ റാൻഡമായിട്ട് പെർ ഓർഡർ ബേസിസ് കിട്ടുവാണ്, അപ്പോൾ ട്രേഡിംഗ് കോസ്റ്റ് മാത്രം കുറവാണെന്ന് പറഞ്ഞ് ഇത് വിട്ടുപോകരുത്. സോ ഞാനൊരു സ്മോൾ ഇൻവെസ്റ്ററാണ്, ഞാനൊരു വർഷത്തിൽ ഒരു 4 ലക്ഷം രൂപയിൽ കുറവ് ഹോൾഡിങ്സേ ഉള്ളൂ. എനി ബ്രോക്കർ ഇസ് ഫൈൻ, ബിക്കോസ് യു ക്യാൻ നെഗോഷിയേറ്റ് ഫോർ എ ലോവർ ബ്രോക്കറേജ്. നമ്മുടെ ഡിമാറ്റ് ഹോൾഡിങ്സും ആ ഡിമാറ്റ് ഫീ AMC നമുക്ക് ചാർജ് ആകത്തില്ല. യു ക്യാൻ സൂട്ട് വിച്ച് വേ യു വോണ്ട് ടു ഡു ഇറ്റ്. സോ പ്ലസ് റിലയബിലിറ്റി. ഇപ്പം പിന്നെ സെബിയുടെയും NSEയുടെയും റെഗുലേഷനൊക്കെ ഉണ്ട്. ഒരു ബ്രോക്കർ ഒരു ഓൺലൈൻ ഫെസിലിറ്റി ഓഫ്ലൈൻ ഫെസിലിറ്റി കൊടുക്കുമ്പോൾ അതിനുള്ള സേഫ് ഗാർഡ്സ് എല്ലാം അവർ നോക്കിയിട്ടാണ് ഇത് തരുന്നത്. സോ അതിൻ്റെ സൈബർ സെക്യൂരിറ്റിയും ഫണ്ട് ട്രാൻസ്ഫറിൻ്റെ കേപ്പബിലിറ്റി ഇതെല്ലാം ഒരു റിലയബിലിറ്റി ടെസ്റ്റ് നടത്തിയിട്ടാണ് ഒരു ബ്രോക്കറിന് ആ കേപ്പബിലിറ്റി ഓക്കെ എന്ന് പറഞ്ഞ് അവർ സാങ്ഷൻ ചെയ്യുന്നു. അപ്പോൾ യു ക്യാൻ ട്രസ്റ്റ് ദ ബ്രോക്കർ ഫോർ ദാറ്റ്. ദേ ആർ നോട്ട് ഗോയിങ് ടു റൺ അവേ. നമ്മൾ പണം എടുത്തുകൊണ്ട് അവർ ഓടിപ്പോകാനൊന്നും പോകുന്നില്ല. ആ പേടിയൊന്നും വേണ്ട. സോ രജിസ്റ്റേർഡ് ബ്രോക്കർ, ഈ വിത്ത് രജിസ്ട്രേഷൻ അറ്റ് ദി NSE ആൻഡ് സെബി ലെവൽ എല്ലാം മാൻഡേറ്ററി ആണ്. അതില്ലാതെ നമുക്ക് ഇത് ഓഫർ ചെയ്യാൻ പറ്റത്തില്ല. സോ അങ്ങനെയുള്ള ബ്രോക്കേഴ്സിന് യു ക്യാൻ ചൂസ്. പിന്നെ കൺവീനിയൻസ്, നിങ്ങൾ പോയി ട്രേഡ് ചെയ്യണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ അടുക്കലുള്ള ബ്രോക്കർ, വീട്ടിനടുക്കലുള്ള ബ്രോക്കറാണ് നമുക്ക് ഏറ്റവും എളുപ്പം. ഓൺലൈൻ ഓക്കെ ആണെങ്കിൽ ഓൺലൈനാണ്. പക്ഷേ ഓൺലൈൻ ബ്രോക്കറിൻ്റെ അടുത്ത് പോകുമ്പോൾ ഓഫ്ലൈൻ സപ്പോർട്ട് നമുക്ക് കിട്ടത്തില്ല. ബിക്കോസ് പല ബ്രോക്കേഴ്സും ഇപ്പം പണ്ടൊക്കെ ഞങ്ങളുടെ പഴയ കമ്പനിയൊക്കെ നോക്കുകയാണെങ്കിൽ 500-600 ഓഫീസൊക്കെ ഉണ്ടായിരുന്നു ഇന്ത്യ മുഴുക്ക. സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനുള്ളിടത്തല്ല ഞങ്ങളുടെ ഓഫീസ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു, ആ ഒരു ഓഫീസായിരുന്നു. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ഓൺലൈൻ ബ്രോക്കർ ഒറ്റ ഒരു ഓഫീസേ കാണുന്നു. ഈസ് ലൊക്കേറ്റഡ് സെൻട്രലി ഇൻ ഇന്ത്യ. സോ നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ യു ഹാവ് ടു, ദർ ഇസ് നോ, എല്ലാം ഇമെയിൽ വഴിയാണ്. സോ ഇലക്ട്രോണിക് ട്രാൻസാക്ഷനിൽ നമുക്കൊരു അക്സെപ്റ്റബിലിറ്റി നമുക്കുണ്ടെങ്കിൽ സച്ച് ബ്രോക്കേഴ്സ് ആർ ഓൾസോ ഫൈൻ. അല്ല ഞാൻ ബ്രോക്കറിനെ കാണണം, അവനെ ഡെയിലി ഞാൻ കണ്ടിരിക്കണം, അങ്ങനത്തെ പല ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ട്രഡീഷണൽ ബ്രോക്കറായിട്ട് വീട്ടിനടുക്കലുള്ള ബ്രോക്കറുടെ അടുത്ത് പോകാനാണ് ബെറ്റർ ആയിട്ടുള്ളത്.